ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇതാ ഞാനിന്ന് അയിലൻ്റെ എടുത്തുങ്ങാണ്ട് നല്ല വായൻ്റിലൊക്കെ ഇട്ട് മസാലയൊക്കെ തേച്ച് നല്ല പൊള്ളിച്ചെടുത്തുക്കണം കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കലെന്നൊന്ന് നോക്കാം. അപ്പോൾ ഞാനിതാ ഇവിടെ 4 അയില എടുത്തുക്കണം കേട്ടോ. ഒരു മീഡിയം സൈസ് അയില എടുത്തുക്കണത്. പിന്നെ അത് നല്ലതുപോലെ ഒന്ന് മുറിച്ചെടുക്കട്ടെ. അപ്പോൾ അത് നല്ലതുപോലെ നമുക്ക് മുറിച്ചെടുത്തതിന് ശേഷം നല്ലതുപോലെയൊക്കെ വരിഞ്ഞ് കൊടുത്തുക്കണം. ഇനി അതിലേക്കുള്ള മസാല എങ്ങനെ റെഡിയാക്കലെന്നൊന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് മുളകും പൊടി ഇട്ടെടുത്തുക്കണം കേട്ടോ. ഒരു 3 സ്പൂൺ മുളകും പൊടി ഇട്ടെടുത്തുക്കണം. ഇതൊക്കെ ഓരോരുത്തർ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് കുറച്ചൊരു എരിവ് കുറഞ്ഞ മുളകും പൊടി ആയതുകൊണ്ട് ഒരു 3 സ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 സ്പൂൺ ചെറുനാരങ്ങ നീരിട്ട ഒരു മുറി ചെറുനാരങ്ങ ഞാൻ എടുത്തിന്. അപ്പോൾ അതിൻ്റെ നീരും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറുനാരങ്ങ ഇല്ലെങ്കിൽ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതാ ഞാൻ ഓരോ മീനും കൂടി എടുത്ത് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ നല്ലതുപോലെ അതൊന്ന് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കൂടാതെ ലൈക്കും ചെയ്യട്ടോ. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിലൊന്ന് പിടിപ്പിച്ചെടുക്കട്ടെ. അപ്പോൾ ഇത് ആദ്യം ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ഇതാ മൊത്തത്തിലൊക്കെ ഞാൻ മസാലയൊക്കെ തേച്ച് വെച്ചിക്കണേ. നല്ലതുപോലെ മസാലയൊക്കെ തേച്ച് സെറ്റാക്കി റെഡിയാക്കി വെച്ചിക്കണം. ഇനി ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനിതാ ഓരോ മീൻ ഇട്ട് കൊടുത്തുകൊണ്ട് അതൊന്ന് പൊരിച്ചെടുക്കണേ. അപ്പോൾ അത് അപ്പുറം ഇപ്പുറമൊക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് പൊരിച്ച് വേവിച്ചെടുത്തിക്കണം. പിന്നെ അതിന് ശേഷം അതിലേക്കുള്ള മസാല റെഡിയാക്കാം. പൊള്ളിച്ചെടുക്കാനും വായൻ്റെലേക്ക് മസാല വെക്കണ്ട. അപ്പോൾ ആ മസാല റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതാ ഒരു ആ പാനിനെ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് പിന്നെ സവാള ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതാ തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. തക്കാളി ഏകദേശം ഒന്ന് വഴറ്റി വന്നതിന് ശേഷം ആദ്യം എടുത്ത് വെച്ചതിൻ്റെ മസാല കുറച്ച് ബാക്കി ഉണ്ടായിട്ടാ മീനിൽ തേച്ച് വെച്ചാൽ അതാണ് ഞാൻ പിന്നെ ചേർത്ത് കൊടുക്കുന്നത്. അതില്ലെങ്കിൽ പിന്നെ ആദ്യം ചേർത്ത് പോരും കുറച്ച് മുളകും പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മസാല ആക്കിയെടുക്കുക. അതിന് ശേഷം ഇതാ ഞാൻ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് കുറച്ച് കമ്മിയായപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിന് കേട്ടോ. അപ്പോൾ അത് നല്ലതുപോലൊക്കെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ മീൻക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള മസാല ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഞാനിതാ ഒരു വായൻ്റെലൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ ഒന്ന് വാട്ടി വെച്ചതിന് ശേഷം ആ മസാല അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ 3 അയിലയാണ് വെച്ചെടുക്കുന്നത്. അപ്പോൾ 4 എടുത്തതിന് 3 വെക്കാൻ കഴിഞ്ഞിട്ടുള്ളപ്പോൾ മടക്കാനൊന്നും കഴിയാഞ്ഞപ്പോൾ ഞാൻ 3 അയില വെച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാനതൊക്കെ മടക്കി കൊടുക്കണേ മസാലയൊക്കെ ഇട്ട് കൊടുത്തുങ്ങാണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെയൊക്കെ മീൻ പൊള്ളിച്ചെടുക്കുന്നത്. അയില വെച്ചും മത്തി വെച്ചിട്ടും വേറെയുള്ള വലിയ മീനൊക്കെ വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കാൻ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കാൻ. അപ്പോൾ ഇത് ഞാൻ മസാലയൊക്കെ വെച്ചെടുത്തതിന് ശേഷം ഞാനിത് പൊതിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പൊതിഞ്ഞെടുക്കാൻ കുറച്ചൊന്ന് ബുദ്ധിമുട്ടി. ഞാനിത് മടക്കിയിട്ട് ഒരു ഭാഗം മടക്കും മറ്റേ ഭാഗം വിടുക. അങ്ങനെയൊക്കെ ഞാൻ ഏകദേശമൊക്കെ ഒന്ന് സെറ്റാക്കി റെഡിയാക്കി എടുത്തുക്കണേ. പിന്നെ ഇത് കയറെടുത്ത് കെട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഞാൻ ആ വായൻ്റെ നാര ഇട്ടെടുത്തിൻ്റെ ഇത് കെട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ അതെനിക്ക് കെട്ടാൻ കഴിയണില്ല. കുറേ ഞാൻ അതിമ പണിയെടുത്ത് ഒരു ഭാഗം കെട്ടുമ്പോൾ മറ്റേ ഭാഗം പൊട്ടിപ്പോരും, ഇപ്പുറം കെട്ടുമ്പോൾ അപ്പുറം പൊട്ടിപ്പോരും. അപ്പോൾ അതൊക്കെ ഏകദേശം ഞാൻ ഒരു വിധത്തിൽ കെട്ടിയെടുത്ത് ഒപ്പിച്ചെടുത്തുക്കണേ. അപ്പോൾ ഇതാ ഏകദേശമൊക്കെ സെറ്റ് ആയിക്കണേ. ഇത് എത്ര കെട്ടിയിട്ട് എനിക്ക് റെഡിയായി വരണില്ല. ആ ഒരു വിധത്തിൽ സെറ്റാക്കിക്കണേ. ഇനി വേറെ പണിയൊന്നുമില്ല. ഇതിന് ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ട് വീണ്ടും ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഒരു 10 മിനിറ്റ് ഞാൻ 2 ഭാഗം കൂടി വെച്ചുങ്ങാണ്ട് വേവിച്ചെടുത്തിട്ട്. അപ്പോൾ ഒരു ഭാഗം റെഡി ആയതിന് ശേഷം ഞാൻ മറ്റേ ഭാഗം മറിച്ചിട്ട് കൊടുക്കുകയാണ്. നല്ലൊരു മണം കേട്ടോ ഇതിന്. ഇത് വെന്ത് വരുമ്പോൾ ഇനിയിപ്പോൾ അയില കൂട്ടാത്തവർ വരെ ഇതിൻ്റെ സ്മെല്ല് ഇങ്ങനെ മൂക്കൊക്കെ ഇങ്ങനെ വരുമ്പോൾ നല്ലൊരു മണം ഫീൽ ചെയ്യും. അപ്പോൾ ഇത് ഏകദേശമൊക്കെ 2 ഭാഗമൊക്കെ റെഡി ആയപ്പം ഞാനിത് സാധനം എടുത്തുക്കണ്. അപ്പോൾ ഇത് അടുക്കള മൊത്തം നല്ലൊരു സ്മെല്ലേനിത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിന്ന് എല്ലാവരും പറഞ്ഞിട്ടാ തിന്നോക്കിങ്ങാണ്ട്. അപ്പോൾ ഇതുവരെ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കിക്കോളി.
നല്ല ടേസ്റ്റാണ്. പിന്നെ ചോറിലേക്ക് വേറെ കറി കാര്യങ്ങളൊന്നും വേണ്ട, ഇതന്നെ മതി. അപ്പോൾ അത് കണ്ടില്ല, ആ വെളിച്ചെണ്ണയും ഇതെല്ലാം മസാലയൊക്കെ ഇതിലേക്ക് നല്ല മീനിലേക്കെല്ലാം പിടിച്ച് സെറ്റായി കിട്ടിയിരിക്കണേ. അപ്പോൾ ഇത്ര കൊള്ളൂട്ടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.